സുജാതൻ, ഈ ബി ജെ പിക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്ന ചില മണ്ഡലങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതിലൊന്നാണ്, ചർച്ച ചെയ്യാത്ത മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ അസാധാരണമാം വിധം ഈ SNDPയുടെ എല്ലാമായ വെള്ളാപ്പള്ളി നടേശൻ തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ശോഭ സുരേന്ദ്രൻ ജയിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആ നിലപാട് എങ്ങനെ ശോഭയെ സഹായിക്കും? വെള്ളാപ്പള്ളി നേരത്തെയൊക്കെ ആണെങ്കിൽ ഓപ്പണായിട്ട് അനുകൂലിച്ചാൽ അത് ദോഷം ചെയ്യുമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ടായിരുന്നു. അതെ. അതുകൊണ്ട് കായംകുളത്തും അരൂരും വന്നു നിന്ന് വെള്ളാപ്പള്ളിക്കെതിരെ 2 പ്രസ്താവന നടത്തിയിട്ടായിരുന്നു സുധീരൻ ചെയ്തത്. അപ്പോൾ സുധീരൻ അങ്ങനെ പറയുക വഴി വെള്ളാപ്പള്ളി വിരോധികൾ ധാരാളമുണ്ട് ആലപ്പുഴ. അവർ സുധീരനെ പാർട്ടി മറന്ന് പിന്തുണയ്ക്കും. പിന്നീട് കോൺഗ്രസിൻ്റെ വോട്ട് കൂടാകുമ്പോൾ സുധീരൻ ആ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വെള്ളാപ്പള്ളിയെ പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ അത് സുധീരൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു. അത് വെള്ളാപ്പള്ളി ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ പുറത്ത് ചെണ്ടയടിച്ച് അവൻ 4 വോട്ട് പിടിച്ചോട്ടെ എന്നുള്ള ലെവലിലായിരുന്നു അദ്ദേഹം അതിനെ കണ്ടത്. പക്ഷേ ഇന്ന് ആ രാഷ്ട്രീയം മാറി. വെള്ളാപ്പള്ളിക്ക് അദ്ദേഹത്തിൻ്റെ ആഹ്വാനപ്രകാരം രാഷ്ട്രീയ തീരുമാനമെടുക്കുന്ന ഒരു വലിയ ജനവിഭാഗം അവിടെയുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളും ഈ മൈക്രോ ഫിനാൻസിലൂടെയൊക്കെ അദ്ദേഹത്തോട് സഹകരിച്ചിട്ടുള്ളവരും പിന്നെ SNDP യോഗത്തിൻ്റെ സജീവ പ്രവർത്തകരും. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ശോഭ സുരേന്ദ്രന് സഹായകമായി തീരും. ശോഭ അങ്ങനെ ഒരു സമുദായ പ്രീണന വോട്ട് പ്രചരണമല്ല അവിടെ നടത്തുന്നത്. തികച്ചും രാഷ്ട്രീയം പറയുകയാണ്. കരുനാഗപ്പള്ളി മുതൽ അരൂർ വരെ ശോഭ നടത്തിയിരിക്കുന്ന പല പര്യടനങ്ങൾ, റാലികൾ, കോർണർ യോഗങ്ങൾ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി 9 മണിക്കും സ്ത്രീകൾ ശോഭ വരുന്നത് കാത്തിരിക്കുകയാണ്. സ്ത്രീകളാണ്. അപ്പോൾ അത് ഒരു BJP സ്ഥാനാർത്ഥിക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലൊരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ആ തരത്തിൽ ശോഭയിൽ പ്രതീക്ഷ അർപ്പിച്ച് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ആലപ്പുഴയിലുണ്ട്. പിന്നെ അവിടുത്തെ നിലവിലെ MP-ക്ക് ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പാർലമെന്റിലും വലിയ മൗനമായിരുന്നു. നല്ല അല്ല, AM ആരിഫ് കാഴ്ചയ്ക്ക് നല്ലൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം ഒരു നല്ല പാർലമെൻറ്റേറിയനാണെന്ന് നമ്മൾ ഒരു ദിവസം പോലും കണ്ടില്ല. നമ്മൾ സൂക്ഷ്മമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അകത്തും പുറത്തുമൊക്കെ പരിശോധിച്ചിട്ടുള്ളതാണ്. ഈ ഗൗരിയമ്മയെ തോൽപ്പിച്ചൊരു ഇമേജായിരുന്നു ആരിഫിൻ്റെ മുതൽക്കൂട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ. പിന്നീട് അദ്ദേഹം മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ ഇനിയും മെറ്റൽ തെളിയിക്കേണ്ട ഒരാളാണ് ആരിഫ്. പക്ഷേ ഈ മണ്ഡലത്തിലെ പൊതുവികാരം ആരിഫിനിപ്പോൾ അത്ര അനുകൂലമല്ല. പാർട്ടി വോട്ടുകൾ ഉണ്ടാകാം, പാർട്ടിക്കാരുടെ പിന്തുണയും ഉണ്ടാകാം, പിന്നെ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ പിൻബലവും കിട്ടും. പാർട്ടി വോട്ട് തന്നെ കഴിഞ്ഞ തവണ കിട്ടിയ പോലെ കിട്ടുമെന്ന് പാർട്ടി ഏറ്റവും കേരളത്തിൽ പാർട്ടി ഏറ്റവും വിഭാഗീയത നേരിടുന്ന ഒരു പ്രദേശം ഇപ്പോഴാലപ്പുഴയാണ്. കാരണം അവിടുത്തെ വിഭാഗീയത മുഴച്ചു നിൽക്കാൻ കാരണം അവിടെ പാർട്ടി സ്ട്രോങ്ങാണ്, വളരെ സ്ട്രോങ്ങാണ്. സ്ട്രോങ്ങായ ഒരു സ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടായാൽ അത് വലിയ വാർത്തയായി. അപ്പോൾ അമ്പലപ്പുഴയിലും കുട്ടനാട്ടും ഒക്കെ പാർട്ടിക്കാർ ചേരി തിരിഞ്ഞ് കൂട്ടത്തോടെ പാർട്ടി വിട്ടുപോയതും കായംകുളം ഇവിടെ എല്ലാം പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ആലപ്പുഴയിൽ വലിയ തിരിച്ചടിയാകും. പിന്നെ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ അവിടെ സ്ഥാനാർത്ഥിയായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തെ ഉപയോഗിച്ച് ഈ ആലപ്പുഴ കോൺഗ്രസിൻ്റെ ട്രഡീഷണൽ സീറ്റായിട്ട് നിലനിർത്തുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം. KC വേണുഗോപാലിന് അനുകൂലമായിരുന്നു നമ്മൾ തുടക്കത്തിൽ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ KC വേണുഗോപാലും ഭയപ്പെടുന്നത് ആരിഫിനെ അല്ല, ശോഭാ സുരേന്ദ്രനാണ്. അപ്പോൾ ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ആലപ്പുഴയിൽ നിന്ന് വരുന്ന ചില അഭിപ്രായങ്ങൾ കേട്ടാൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ പോലും സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ. കഴിഞ്ഞ തവണ
ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന് 18% അടുത്ത് വോട്ട് കിട്ടിയിരുന്നു. അതെ, 17.9 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ല, അവിടെ ഈ കമ്മ്യൂണൽ അതായത് ബി ജെ പിയുടെ വോട്ട് ശതമാനം ഇരട്ടിക്കുന്ന ഒരു സ്ഥലമാണത്. അതെ അതെ. അല്ല, കെ എസ് രാധാകൃഷ്ണൻ അവിടെ തീരദേശത്ത് നിന്ന് കിട്ടിയ പിന്തുണ നമുക്ക് ഒന്ന് മാതാമൃതാനന്ദമയിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് രാധാകൃഷ്ണൻ എന്നൊരു ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തീരദേശ ബെൽറ്റിൽ നിന്ന് അദ്ദേഹത്തിന് നല്ലൊരു പിന്തുണ കിട്ടി എന്നുള്ളതാണ് ആ വോട്ടിൻ്റെ എണ്ണം കാണിക്കുന്നത്. അതുകൊണ്ട് തോറ്റത് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇപ്പോഴും ശോഭ കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിനാണ് അതിന് തിരിച്ചടി വരിക. പിന്നെ അതിന് അനുകൂലമായി LDF സ്ഥാനാർത്ഥിക്ക് വരാൻ പറ്റാത്തത് ആ പാർട്ടിയിലെ പ്രശ്നം, പിന്നെ LDF ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ അതിർത്തി, SNDPയുടെ ഓപ്പണായിട്ടുള്ള ഒരു പിന്തുണ, ഇതൊക്കെ അത് പിന്നെ പ്രീതി നടേശൻ ആണ് ഈ ശോഭാ സുരേന്ദ്രൻ്റെ തിരഞ്ഞെടുപ്പിൽ പിന്നെ അസാധാരണമാംവിധം മറ്റേ സഭയുടെ സേവ്യർ കുടിയാംശേരി അച്ഛൻ്റെ ലേഖനം, അതാണ് ബി ജെ പി അനുകൂലിക്കുന്ന ലേഖനം വന്നു. പിന്നെ ചില വൈദികന്മാർ ഓപ്പണായിട്ട് ശോഭാ സുരേന്ദ്രൻ അനുകൂലമായിട്ടും സംസാരിച്ചു. അത് കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ ആ മേഖലയിൽ നിന്ന് സാധാരണ ഇതുവരെയും BJP എന്ന് പറഞ്ഞാൽ അത് ചതുർത്ഥിയായിട്ട് കാണുന്ന ഒരു സമൂഹത്തിൽ നിന്ന് തിരിച്ചൊരഭിപ്രായം വരികയും BJPക്ക് അനുകൂലമായിട്ട് വരാപ്പുഴ രൂപതയുടെ ആലപ്പുഴ വിഭാഗത്തിൽ നിന്നാണ്. ആലപ്പുഴ ബിഷപ്പിൻ്റെയൊക്കെ അനുമതിയില്ലാതെ ഇങ്ങനെ ഒരാളും സംസാരിക്കത്തില്ല. അപ്പോൾ അവിടെ ഒരുപാട് സ്ഥാപനങ്ങളും വീടുകളും ലാറ്റിൻ സമൂഹത്തിനുള്ളതാണ്. അപ്പോൾ ഇതിലൊരു വിഭാഗം ശോഭ കൊള്ളാം എന്ന് തോന്നുന്നു. ആ നിലപാട് അന്ന് നമ്മൾ ചർച്ച ചെയ്ത ശേഷം എറണാകുളത്ത് വെച്ച് ലാറ്റിൻ രൂപതയും അതുമായി ബന്ധപ്പെട്ട ആളുകളും POCയിൽ വെച്ച് ചർച്ചയും ചെയ്തിരുന്നു. അപ്പോൾ അത് സഭയ്ക്കകത്തുള്ള ഒരു മനംമാറ്റമുണ്ട്. ആ മനംമാറ്റവും BJPക്ക് അനുകൂലമാണ്. പിന്നെ ശോഭയേക്കാൾ ഉപരിയായിട്ട് അവർ നരേന്ദ്രമോദിയെയും കാണുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കുറ്റമറ്റതാണ്, അഴിമതിരഹിതമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇനിയും തുടർച്ചയായിട്ട് ഭരിക്കാനാണ് സാധ്യത. അപ്പോൾ സഭ അവരിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് സഭയ്ക്കാണ് മോശം. നമ്മൾ ആഗോള നിലപാടുകളും ഒക്കെ പറയുന്നുണ്ട്. ഇന്റർനാഷണൽ നമ്മൾ മോദിയുടെ കൂടെ നിലയിൽ നമ്മൾ പിന്നോട്ട് പോകും എന്നാണ് അതിൻ്റെ സത്ത. അതെ, ആ ഒരു വികാരമുണ്ട്. അപ്പോൾ അവർക്ക് അതും ശോഭയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. ഇതാണ് ആലപ്പുഴയിലെ സ്ഥിതി. തൃശ്ശൂർ പൂരത്തിൽ മറ്റേ രാംലല്ലയുടെയൊക്കെ കൊട ഉയർന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്ത ആരവവും കയ്യടിയുമായിരുന്നു. ആ കൈയടിച്ചവരെല്ലാവരും RSSകാരും BJPക്കാരും ആയിരിക്കില്ലല്ലോ. അല്ല, പൂരം കാണാൻ വന്നവർ, പൂരപ്പറമ്പിൽ വരുന്ന എല്ലാ തരം ജനങ്ങളും വരും. ആ ജനങ്ങളുടെ ഒരു പൊതു മനസ്സാണ് അവിടെ പ്രതിഫലിച്ചത്. ആ സംഭവം കണ്ടു നിന്ന LDFൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും അതത്ര സൂചിച്ചില്ല. പോലീസിനെ ഉപയോഗിച്ച് പൂരത്തെ അവർ തകർത്ത് കളഞ്ഞു. പൂരം തകർത്തത് കൊണ്ട് അതിൻ്റെ ഇരട്ടി റിയാക്ഷനാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ തിരിച്ചടിയാണ്. അത് ഇപ്പോൾ പൂരം കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ സുരേഷ് ഗോപിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പർ ഹാൻഡ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എല്ലാ വിഭാഗം ആളുകളും തൃശ്ശൂർ ഉറ്റുനോക്കുന്നത് സുരേഷ് ഗോപി അവിടെ ജയിക്കുമോ ഇല്ലയോ എന്നതാണ്. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇനി ഒരിക്കലും ഇതേ രീതിയിലും ഇതേ അളവിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കരുവന്നൂർ ബാങ്ക് സ്കാം, ആ ബാങ്ക് കുംഭകോണം, അതിൽ പ്രധാനമന്ത്രി നേരിട്ട് പലതവണ ആവർത്തിച്ച് അവിടുത്തെ നിക്ഷേപകരുടെ നഷ്ടം നികത്തുമെന്ന ഉറപ്പ്. അപ്പോൾ ഈ ഗ്യാരണ്ടി ഒരുപക്ഷെ ഈ അടുത്ത ഗവൺമെൻറ് മോദി പറയുന്ന പിണറായിയും വാസവനും പറയുന്ന പോലെയല്ലല്ലോ. പറഞ്ഞതാണ്. മാത്രമല്ല, അടുത്ത ഗവൺമെൻറ് വന്നാൽ മോഡിയുടെ ഗ്യാരണ്ടിയിൽ ആദ്യമായി നടപ്പാക്കപ്പെടുന്ന ഒരുപക്ഷെ കരുവന്നൂർ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ ആ തരത്തിലൊരു വലിയ പിൻബലം സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ജനങ്ങളിൽ വലിയ സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട്. പിന്നെ കെ മുരളീധരൻ അന്തം വിട്ട് ഓടി വന്നതാണ്. വടകരയിലെ MP ഓടി വന്ന് തൃശ്ശൂർ മത്സരിക്കുകയാണ്. അത് എങ്ങനെ ഈ സീറ്റ് നിലനിർത്തണം? കാരണം അവിടുത്തെ നിലവിലെ MP പ്രതാപൻ
പിൻവാങ്ങി സ്വയം ഒഴിഞ്ഞു കൊടുത്തിട്ട് കുറച്ചുകൂടെ കരുണാകരൻ്റെ മകൻ നിൽക്കട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിക്കുക വഴി ഈ സീറ്റിന് വേണ്ടിയുള്ള ഒരു വലിയ മത്സരം കാഴ്ചവെക്കാനാണ് മുരളി വന്നത്. പക്ഷേ മുരളി വന്നിട്ട് ആ മുരളി വരുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് പുറമേ ഇപ്പോഴും കാണാനില്ല. അതൊരു നിഴലായിട്ട് പത്മജ അവിടെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് പത്മജ BJP കാൻഡിഡേറ്റായിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് പിടിക്കാൻ തുടങ്ങി. ഇന്നലെ മുരളീധരൻ ഒരു മാധ്യമത്തോട് സംസാരിക്കുന്നത് മാഡം പത്മജ എന്ന് വിളിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അത് കെ കരുണാകരൻ എന്നാണ് അച്ഛനെ പറ്റി പരാമർശിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ എന്നല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, അപ്പോൾ മാഡം പത്മജയായി. ഇപ്പം അപ്പുറത്തേക്ക് വേറെ അത് പ്രതിപക്ഷ ബഹുമാനം നല്ലതാണ് മുരളി. പക്ഷേ മുരളി അവിടെ പറയുന്നത് രാഷ്ട്രീയത്തിന് ഒരുപാട് പൊരുത്തക്കേടുണ്ട്. ഇപ്പോൾ ഈ പൂരത്തിൻ്റെ ഇഷ്യൂവിൽ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് പൂരം കലക്കിയതിന് ഉത്തരവാദി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റോൾ അദ്ദേഹം പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ താഴോട്ട് ആ പ്രസ്താവന വായിച്ചപ്പോൾ ഈ കേന്ദ്രം എവിടെയാണ് ഇത് കലക്കിയത് എന്ന് അത് മാത്രം വ്യക്തമാകുന്നില്ല. ഇതൊക്കെ ആൾക്കാർ പരിശോധിക്കില്ലേ? അപ്പോൾ ഒരു പ്രസ്താവന പറയുമ്പം അതിന് ഉപോത്ബലകമായ പോയിൻ്റ് അതിൻ്റെ കൂടെ വെക്കണ്ടേ? പുള്ളി ഉദ്ദേശിച്ചത് രാമൻ്റെയും അയോധ്യ ക്ഷേത്രത്തിൻ്റെയും കൊടകൾ മോദി അവിടെ ഡൽഹിയിൽ നിന്ന് കൊടുത്തയച്ചതാണെന്ന്. ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് സ്വാഭാവികമായി ഉയർന്നു വരുന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളും പ്രകടനങ്ങളുമാണ്. ഇത് ഈ സമൂഹത്തിൻ്റെ രാഷ്ട്രീയം അവരെഴുതി കാണിക്കുക. ഈ നാട്ടിൽ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാത്തത് നമ്മുടെ ചില നേതാക്കൾ മാത്രമാണ്. അതെ, ഇല്ലെങ്കിൽ മനസ്സിലായെങ്കിലും അത് പ്രകടിപ്പിക്കാത്തത്. ഈ മോദിയെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോയെന്നോ മറ്റോ മനോരമ ന്യൂസിൻ്റെ ചോദ്യത്തിൽ അവർക്കത് മറച്ചു വെക്കാൻ പറ്റിയില്ല. പലതും മറച്ചു വെച്ചിരുന്നു. കാരണം 5% വോട്ട് മുരളീധരന് കൂടുതലായിട്ടും അദ്ദേഹം തോറ്റുപോകും എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ മോദി അനുകൂലിക്കുന്നവരുടെ ശതമാനം തൃശ്ശൂർ 56% അവരുടെ പോളിൽ. അപ്പം മോദി നിറഞ്ഞേക്കുന്ന ഒരു മണ്ഡലം കൂടിയാണത്. അദ്ദേഹം പലതവണ വരികയും ചെയ്തിരുന്നു. അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹത്തിനും വന്നല്ലോ, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും വന്നു. അപ്പം അത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ BJPക്ക് ഒരു ഷുവർ സീറ്റ് എന്ന് നമുക്ക് പറയാവുന്നത് തൃശ്ശൂരാണ്. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തു വരുന്ന BJPക്ക് പ്രതീക്ഷയുള്ള സീറ്റ്, ഇപ്പോൾ ഇത് ലോകത്തെങ്ങുള്ള മലയാളികൾ BJPക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് നമ്മളെ പലതും നമ്മുടെ മാത്രമല്ല, രാമൻ സത്യത്തിൽ തൃശ്ശൂരിൽ അത്ര നിറഞ്ഞു നിൽക്കാതിരുന്നൊരു സ്ഥലത്ത് രാമൻ ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ്. അവർ മറ്റേ ശിവക്ഷേത്രത്തിൽ രാമനെന്ത് കാര്യം എന്നുപോലും ഈ മാർക്സിസ്റ്റുകളും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സാധാരണ സ്ഥലങ്ങൾ പോലെയല്ല അവിടെ 3 ശ്രീകോവിലുകളുണ്ട്. ശിവൻ്റെ ശ്രീകോവിലിനേക്കാൾ കുറച്ച് വലുതാണ് അവിടെ രാമൻ്റെ ശ്രീകോവിൽ. 3 ആയിട്ടാണ് ഈ ക്ഷേത്ര വളപ്പിൽ. സാധാരണ ഉപദേവതകൾ ചെറുതായിരിക്കുമല്ലോ, ചെറിയൊരു തകര ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള ചെറിയ പ്രതിമകളായിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ശിവൻ, രാമൻ, ശങ്കരനാരായണൻ 3 വലിയ ശ്രീകോവിലുകളാണ്. നമുക്ക് കാണാം, ഒരു ചിത്രം എടുക്കുമ്പോൾ തന്നെ 3 ആയിട്ട് കാണാം. രാമന് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്, അമ്പലമാണത്. അയോധ്യ കഴിഞ്ഞാൽ പിന്നെ രാമന് പ്രാധാന്യമുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തൃപ്രയാറും ആറാട്ടുപുഴയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ. ഈ എഴുന്നള്ളിപ്പ് 2 ക്ഷേത്രങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുമുണ്ട്. രാമൻ നിറഞ്ഞു വെക്കുന്ന സ്ഥലം തന്നെയാണ്. ആറാട്ടുപുഴ പൂരമാണല്ലോ ഏറ്റവും വലിയ പൂരം. അതെ. അപ്പോൾ അതും രണ്ടും തമ്മിലും ഒക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒടുവിൽ നമ്മൾ നോക്കുമ്പോൾ ഈ രാമനും കൂടി വന്ന് നിറയുന്ന ഒരു മണ്ഡലമായി തൃശ്ശൂർ. അപ്പോൾ രാമനും നല്ല സൈസബിളായ ഒരു വോട്ട് കിട്ടും. അതും സുരേഷ് ഗോപിയുടെ വിജയസാധ്യതയെ വർദ്ധിപ്പിക്കും. അങ്ങനെ ഒരു ധ്രുവീകരണമാണ് അവസാനം വരുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ വടകര വിട്ടോടി തൃശ്ശൂരെത്തിയ മുരളീധരൻ നന്നായി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ഇപ്പോൾ. അതെ, തിരിച്ച് നമുക്ക് പോകാനുള്ളത് മുരളി ജയിച്ചിരുന്ന വടകരയിലേക്കാണ്. വടകരയാണ് പിന്നെ ഭയങ്കര തീപാറുന്ന ഒരു സ്ഥലമായിട്ട് നിൽക്കുന്നത്. ഒരുപാട് സെൻസിറ്റീവ്. അതെ, അത് മറ്റേ ശൈലജയുടെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും വിധമാണ് അവസാനം വന്ന് നിൽക്കുന്നത്. കാരണം ഒരു വീഡിയോയുടെ കാര്യം അവർ പറഞ്ഞിരുന്നത് അതൊരു പോസ്റ്ററായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. അതെ. സ്വന്തം പ്രസ്താവനയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിൽ KK ശൈലജ
അഭിപ്രായങ്ങളൊക്കെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് അവർക്ക് ആദ്യത്തെ പ്രസ്താവന? ഷാഫി കേസും കൊടുത്തിട്ടുണ്ട്. ഷാഫി കേസ് കൊടുത്തു. അയാൾക്കതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞതിലാണ് അയാളുടെ വിഷമം. അപ്പോൾ ആ കേസും തിരഞ്ഞെടുപ്പ് കേസുകളൊക്കെ പോലെ ഇങ്ങനെ പോട്ടെ, ഇപ്പോഴുള്ള വടകരയിലെ രാഷ്ട്രീയ സ്ഥിതി എന്താണ്? അതിനെപ്പറ്റി ഒരു വിലയിരുത്തലാണ്. അവിടെ ഈ പിണറായി വിജയൻ പോകാതിരുന്നെങ്കിലും പിന്നെ പോയി ശൈലജ പോയി വലിയ വിജയം നേടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഈ ശൈലജ ഇടയ്ക്ക് വെച്ച് ഈ വിതുമ്പുകയും കരയും ഒക്കെ ചെയ്തത് തന്നെ പിറകോട്ടടിച്ചതിനെ തുടർന്നുള്ള പ്രതികരണമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം വലിയ മുന്നേറ്റമാണ് ഷാഫി പറമ്പിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മുരളീധരന് നേരത്തെ കിട്ടിയിരുന്ന മുസ്ലിം വോട്ടുകൾ ഒക്കെ ഷാഫി പറമ്പിലിന് പോകുന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പാണ്. ആ ധ്രുവീകരണം അങ്ങനെ തന്നെ അവിടെ അനുകൂലമായ വിധത്തിൽ CAA കാര്യം പറഞ്ഞിട്ടും അവസാനം മുക്കം ഉമർ മൗലവി സമസ്തയുടെ രംഗത്തിറങ്ങിയിട്ടുണ്ടല്ലോ ഈ സലാമിനെ കുറ്റം പറഞ്ഞിട്ട് മുസ്ലിം ലീഗിൻ്റെ. അതുകൊണ്ടൊന്നും ഗുണം ഇത്തവണ മലബാറിൽ LDFന് കിട്ടും തോന്നുന്നില്ല. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ വടകര. അപ്പോൾ അതുകൊണ്ട് മുരളീധരന് കിട്ടിയിരുന്ന മുസ്ലിം വോട്ട് എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ ഷാഫി പറമ്പിലിന് അതിൽ കൂടുതൽ കിട്ടുകയാണ് സാധ്യത. പിന്നെ ഇത്തരം ഈ പ്രചരണങ്ങൾ ഈ പരമ്പരാഗത പ്രചരണ രീതിയിലാണ് ഇത്തവണയും CPM തുടർന്നു പോയത്. സോഷ്യൽ മീഡിയയൊക്കെ ശക്തമായ കാലത്ത് അതൊക്കെ സെക്കൻഡുകൾ കൊണ്ടൊക്കെ പൊളിഞ്ഞു വീണില്ലേ, എല്ലായിടത്തും വീണു. അല്ല, തിരിച്ചടികളുടെ പിറകെ തിരിച്ചടികളായിരുന്നു CPM സ്ഥാനാർത്ഥിക്ക് അവിടെ നേരിടേണ്ടി വന്നത്. പറയാനായിട്ട് പ്രത്യേകിച്ചൊരു പോയിന്റും ആ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം കോൺഗ്രസുമായിട്ട് ചില സ്ഥലത്ത് സഖ്യം, ഇവിടെയാണെങ്കിൽ ഈ ചക്കളത്തി പോരാട്ടം, അത് അവരുടെ ദേശീയ നയത്തിൽ വരുന്ന ഒരു പാളിച്ച. പാനൂരിൽ പൊട്ടിയ ബോംബിൻ്റെ ആദ്യത്തെ പ്രഹരം കേൾക്കുന്നത് KK ശൈലജയ്ക്കാണ്. അപ്പോൾ അത് വടകരയിൽ വലിയ ദോഷം ചെയ്യും. അതെ. പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ മുഖ്യമന്ത്രിയുടെ പാനൂര് മറ്റേ TP ചന്ദ്രശേഖരൻ അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ CM രവീന്ദ്രൻ്റെ നാടാണ് വടകര. അപ്പോൾ രവീന്ദ്രൻ അവിടെ ഒരു സാധാരണ ബീഡി കടയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ IAS ഭരിക്കുന്ന ആളായ കഥ അവിടുത്തെ നാട്ടുകാർക്കറിയാം. അതൊക്കെ ശൈലജയ്ക്ക് തിരിച്ചടിയാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ ഈ ഇലക്ഷൻ കാലത്ത് ഈ കാര്യങ്ങളൊന്നും ഓർത്തില്ല, പക്ഷേ അവിടുത്തെ നാട്ടുകാർ സംസാരിക്കുന്നുണ്ട്. അത് ഈ ആലപ്പുഴയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. വിഭാഗീയത വളരെ ശക്തമായി നിൽക്കുന്ന ഒരു മേഖലയാണത്. കണ്ണൂരിലുമൊക്കെ ഇപ്പോൾ വലിയ വിഭാഗീയതയിലാണ് പാർട്ടി നിൽക്കുന്നത്. P ജയരാജൻ, EP ജയരാജൻ, MV ജയരാജൻ, പ്രകാശൻ മാസ്റ്റർ, അങ്ങനെ പല ആളുകളും കളം മാറി ചവിട്ടി. ശൈലജയും അത്ര അത്യാവശ്യമൊന്നും പാർട്ടിക്ക് ഇല്ലായിരുന്നല്ലോ. MV ഗോവിന്ദൻ്റെ നിലപാടുകളും മാറിയിട്ടുണ്ട്. MV ഗോവിന്ദന് ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഒരു പൊസിഷൻ എടുക്കാൻ പറ്റിയിട്ടേ ഇല്ല. പാർട്ടിക്ക് അനുകൂലമായി ആ സൈദ്ധാന്തികന് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സിദ്ധാന്തം പ്രായോഗിക രാഷ്ട്രീയത്തിൽ വിലപ്പോവില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് അറിയാം, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കാം. പക്ഷേ വടകരയിൽ ഇപ്പോൾ നമ്മൾ പുറമേ നോക്കിയാൽ KK ശൈലജ ഒരു ലൂസിങ് ബാറ്റിൽ ആണ് നേരിടുന്നത്. അവിടെ UDF സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് മേൽക്കൈ. BJPയുടെ യുവ നേതാവ് വളരെ പിന്നിലുമാണ്. അതെ, ഡിസ്റ്റന്റ് തേർഡായിട്ടേ വരുന്നുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.